നമസ്കാരം. മലയാളികളുടെ സ്വന്തം ശ്രീനിവാസൻ അങ്ങനെ ഓർമ്മയായി. ഇന്നലെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. എനിക്കെന്തോ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ പോലും എടുക്കാൻ തോന്നിയില്ല. മനസ്സിന് അത്ര സുഖം തോന്നാത്തത് കൊണ്ടാണ്. ഇന്നലെ വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ന്യൂസ് ചാനലുകളിലോ എൻ്റെ ശ്രദ്ധ പോയതേയില്ല. മനഃപൂർവ്വം ഒഴിവാക്കി. വൈകുന്നേരം എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളൊന്ന് തുറന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വിവാദങ്ങളോട് വിവാദം. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ചൊല്ലി എത്ര വിവാദങ്ങളാണ് ഉണ്ടാക്കാൻ കഴിയുക? പ്രധാനമായിട്ടും പിണറായി വിജയൻ ശ്രീനിവാസന്റെ മൃതശരീരം കാണാനെത്തിയ സമയത്ത് ധ്യാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റില്ല എന്ന് പറയുന്ന കുറേ ആളുകൾ, അതിലേക്ക് വരാം. പിന്നെ പൃഥ്വിരാജ് മരണവീട്ടിലെത്തിയപ്പോൾ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു. മറ്റൊന്ന്, മമ്മൂട്ടി പുതിയ സിനിമയുടെ അനൗൺസ്മെൻറ്റ് സന്തോഷത്തോടു കൂടി ആ ശവസംസ്കാര ചടങ്ങിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്തു എന്ന് വേണ്ട കണ്ടമാനം വിവാദങ്ങൾ. ഒരു കാര്യം പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള വിവാദങ്ങൾ പടച്ചുവിടുന്നത് പ്രധാനമായും നല്ല പടച്ചുവിടുന്നതിൽ മുഖ്യ പങ്കാളികളാകുന്നത് ഓൺലൈൻ വ്യഭിചാരികളാണ്. വ്യഭിചാരം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദുർമാർഗം എന്നത് തന്നെയാണ്. 2-3 ദിവസങ്ങൾ കൊണ്ട് ശ്രീനിവാസന്റെ മരണം അത് പലതരത്തിൽ കച്ചവടമാക്കുന്ന ഒരുപാട് ഓൺലൈൻ ചാനലുകൾ നമ്മൾ കാണുന്നുണ്ട്. വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കീറി മുറിച്ച് ആളുകൾ കാണുന്നതും കാണാത്തതും ആളുകളുടെ ആകാംക്ഷ ഉണർത്തുന്നതും വേദന ഉണർത്തുന്നതുമായിട്ടുള്ള കണ്ടമാനം വീഡിയോകൾ. അതൊക്കെ ചെയ്തു, ശരി, അതൊക്കെ ചെയ്തോളൂ, പൈസ ഉണ്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ ആളുകളെ മുതലെടുത്തോളൂ, അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ എനിക്കിത്തിരി വൈകാരികത കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ആ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്ന ആളുകളോട് നിങ്ങളുടെ ജോലി ചെയ്യരുതെന്ന് പറയാൻ ഞാൻ ആളല്ല, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ധ്യാൻ എണീറ്റില്ല എന്നുള്ള ഒരു വിവാദം എങ്ങനെ ഉണ്ടായി? വളരെ ചെറിയ ശതമാനം വരുന്ന വിവരദോഷികൾ കമൻറ്റ് ബോക്സിൽ വന്ന് പ്രകടിപ്പിച്ച ഒരു വിവരദോഷം, അത് മാത്രമായിരുന്നു ആ സാധനം. ഒരു 5-6 പേര് വന്ന് ആ മുഖ്യമന്ത്രി മൃതശരീരം കാണാൻ വന്ന ആ വീഡിയോയുടെ താഴെ വന്ന് എഴുതി വെച്ചു, ധ്യാൻ നിന്ന് എഴുന്നേക്കാമായിരുന്നു, മുഖ്യമന്ത്രിയല്ലേ ഒന്നുമില്ലെങ്കിലും. അത് അങ്ങേയറ്റത്തെ വിവരദോഷമാണെന്ന് കുറച്ച് ചിന്തിക്കാൻ ശേഷിയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അച്ഛൻ മുന്നിൽ മരിച്ചു കിടക്കുമ്പോൾ മനസ്സിൽ അത്രയും ഭാരം താങ്ങാനാവാതെ ഒന്നുമില്ല അവിടെ രാഷ്ട്രീയമില്ല, വലിയവൻ വരുന്നു, ചെറിയവൻ വരുന്നു, കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, വേറെ ചിന്തകളൊന്നുമില്ല. ഇപ്പം ഈ പറയുന്നത് പോലെ എല്ലാവരും ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴേ, അങ്ങനെ സ്വന്തം മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ശവശരീരത്തിനടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴേ എല്ലാവർക്കും ആ മാനസികാവസ്ഥ മനസ്സിലാവുള്ളൂ. പിന്നെ ഇക്കാര്യത്തിൽ പിണറായി വിജയൻ്റെ നെഞ്ചത്തോട്ട് ആരും കയറണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആരാണെങ്കിലും ഉള്ളതുപോലെ പറയണമല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഞാൻ വന്നിട്ട് അവൻ എഴുന്നേറ്റില്ല എന്ന്. അങ്ങേരുടെ നിരയിൽ നിൽക്കുന്ന മെയിൻ സഖാക്കൾ ആരും, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുടെയും ഭാഗത്ത് നിന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടോ ഒരു കുറിപ്പായിട്ടോ ഒരു വർത്തമാനത്തിൽ നിന്നോ അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. ഏറ്റവും വിവരദോഷികൾ വന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ കുടുംബക്കാരും ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വാർത്തകളിലേക്കൊക്കെ പോകുന്നതാണ്. വെറും അനാവശ്യം. ട്രെൻഡിങ്ങിൽ ഒരു വാർത്ത പോകുന്നു എന്ന് കരുതി അതിൻ്റെ പല വശങ്ങൾ ചിരണ്ടി ഈ കമൻറ്റ് ബോക്സ് വന്ന് ചെകഞ്ഞ് അതിൽ നിന്നെടുത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമം ഒരു പ്രധാന വാർത്തയാക്കണം അത്. അങ്ങനെ ഒരു വിവരദോഷം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാധ്യമമുണ്ടെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം, സംസാരിക്കാം. ഇപ്പൊ ഏഷ്യാനെറ്റോ മാതൃഭൂമിയോ മനോരമയൊക്കെ ചെയ്യാണ്, ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റില്ല, മുഖ്യമന്ത്രി വന്നപ്പോൾ ആ സീറ്റിൽ തന്നെ അനങ്ങാതെ ഇരുന്ന് ധ്യാൻ ശ്രീനിവാസൻ എന്നൊരു വാർത്ത പോകുന്നു. നമുക്ക് ആ വിവരദോഷത്തെ നമുക്ക് വിമർശിക്കാം, അതിലൊരു കാര്യമുണ്ട്, കഴമ്പുണ്ട്. പക്ഷെ കമന്റ് ബോക്സിൽ വന്ന് കുരയ്ക്കുന്ന വിവരദോഷികളുടെ, അതും വളരെ കുറച്ച് വിവരദോഷികളുടെ ആ ഒരു കമന്റിനെ എടുത്ത് പൊലിപ്പിച്ച് വാർത്തയാക്കുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. ഈ കാര്യത്തിൽ പിണറായി വിജയനെ ആരും തെറി പറയുന്നതിൽ യുക്തിയുമില്ല. പിന്നെ പറഞ്ഞത് പൃഥ്വിരാജ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചു, കുറെ സെക്യൂരിറ്റികളുടെ അകമ്പടിയോടുകൂടി വന്നു. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴും കേരളത്തിൽ മലയാളികളായിട്ടുള്ളവരിൽ ഒരാൾ കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്നത് അഹങ്കാരത്തിൻ്റെയും ജാടയുടെയും ഭാഗമാണെന്ന് കരുതുന്ന ഉണ്ടല്ലോ എന്നുള്ളതാണ്. അത് വളരെ കേൾക്കുമ്പോൾ നമ്മുടെ തന്നെ തൊലിയുരിയുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വളരെ വെയിലാണ് പകൽ സമയത്തൊക്കെ. ചിലരുടെ കണ്ണിന് വളരെ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അവർക്ക് പ്രകാശത്തിൽ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കണ്ണിന് അനുഭവപ്പെടും. അവരവരുടെ കണ്ണിൻ്റെ കംഫർട്ടല്ലേ അവരവർ നോക്കുന്നത്. ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് എന്തെങ്കിലും, അവരൊക്കെ ചിലപ്പോൾ സിനിമ ഷൂട്ടിങ്ങുകൾക്കിടയിൽ നിന്നും അതുപോലെ ഓടി വരികയായിരിക്കും. അതുപോലെ തന്നെ ഈ വിനീത് ശ്രീനിവാസൻ
അതായത് മരണസമയത്ത് അച്ഛൻ്റെ അടുത്ത് നിന്നിരുന്ന അതേ കോസ്റ്റ്യൂമിൽ മറ്റൊരു സുഹൃത്തിനൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ. ഈ സമയത്ത് ചിരിച്ചു നിൽക്കാൻ പറ്റിയല്ലോ. ആ പാവം ഇതിന് മുൻപലത്തെ ദിവസം ഷൂട്ടിങ്ങിന് ധരിച്ച അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് മരണ ദിവസം നിൽക്കുന്നത്. മരണം അറിഞ്ഞൊക്കെ ഇവർ പലയിടത്തുനിന്ന് സ്വന്തം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് ഓടി വരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ കൂടെ സെക്യൂരിറ്റികൾ വന്നു എന്ന് പറഞ്ഞ് എന്തിന് സെക്യൂരിറ്റി വരേണ്ടി വന്നു? ഒരു മരണവീടാണെന്ന് നോട്ടമില്ല, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് നോട്ടമില്ല. എല്ലാവരും ഓടി കൂടുകയാണ്. അവിടുന്ന് സെൽഫി എടുക്കുന്ന ആളുകൾ. നാണമില്ലേ? അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ അവർ സെക്യൂരിറ്റികളെയും കൊണ്ട് വഴി മാറുമെന്ന് അവർക്ക് പറയേണ്ടി വരുന്നത്. എന്നിട്ട് അവരെ എന്തിനാണ് നമ്മൾ തെറി പറയുന്നത്? ചിലർക്ക് ചില ആശയപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ചിലരോട് എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അത് പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതൊക്കെ തെറ്റാണ്. ഒരു സിനിമാ മേഖലയിലുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ നടിമാരും നടന്മാരും ഒക്കെ വരും. അവരെയൊക്കെ കാണാൻ വേണ്ടി കൂട്ടം കൂടുന്ന നാട്ടുകാരുടെ വിവരദോഷത്തിന്. അങ്ങനെ വരുന്ന വിവരദോഷികളുടെ കാര്യം നമ്മൾ എന്താ സംസാരിക്കാത്തത്? അതും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഇന്നിപ്പോൾ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. 100% കൃത്യമായിട്ടുള്ള കാര്യം. ഒരു മരണവീട് എന്ന് പറയുമ്പോൾ അവർക്ക് സിനിമാ നടനോ തിരക്കഥാകൃത്തോ ഒന്നും അല്ല. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവ്, മക്കളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അച്ഛനാണ് മരണപ്പെട്ട് കിടക്കുന്നത്. നാട്ടുകാരായ നമ്മൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ആയിരിക്കും പരിചയം, അല്ലെങ്കിൽ സിനിമകളിലൂടെയാണ് അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നത്. അതുപോലെയല്ല, അവർക്ക് രക്തബന്ധമുണ്ട്. അവർ വളരെ കുഞ്ഞിലേ തൊട്ടേ വർഷങ്ങളായിട്ട് ഒന്നിച്ചൊരു വീട്ടിൽ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ നമുക്കറിയാത്ത പല സ്വകാര്യതകളും അവരുടെ ഇടയ്ക്ക് നടക്കുന്നതാണ്. അവർക്ക് എന്തുമാത്രം ഓർമ്മകളുടെ ഭാരം കാണും. ആ ഒരു സമയത്ത് കുറച്ചൊന്ന് സംയമനം പാലിക്കണ്ടേ? നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലാണ് ഒരു മരണം നടക്കുന്നത്, അന്നേരം കണ്ടമാന ആളുകൾ ഇരച്ചു കയറി വന്ന് ഫോട്ടോ എടുപ്പ്, വീഡിയോ എടുപ്പ്, ബഹളം. നമുക്കൊന്ന് പൊട്ടിക്കരയാൻ പോയിട്ട് ഒന്ന് അവിടെ ഇരിക്കാനൊരു സമാധാനം തരുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് സെലിബ്രിറ്റികൾ വരും. ഒരുപാട് സിനിമാ മേഖലയിലുള്ള ഇപ്പം സൂര്യ പോലുള്ള പുറത്തു നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് മലയാളത്തിന് പുറത്തു നിന്നും. അവരൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും ബൈറ്റ് എടുക്കാനുള്ള തള്ളിക്കയറ്റമാണ് മുഖ്യധാര മാധ്യമങ്ങളും. പിന്നെ ഇപ്പോൾ മുഖ്യധാര ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളും എന്ന് പറയേണ്ട ഒരു സംഗതിയും വന്നിട്ടുണ്ട്. കാരണം മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുറേ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അവരിതിനെ വിൽപ്പന. അപ്പോൾ ഈ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ മൈക്കിൽ കൂടെ അവരൊരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. ഒരുപാട് സെലിബ്രിറ്റികളും സിനിമാ നടന്മാരൊക്കെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പറ്റാതെ വല്ലാത്ത വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇവരിനി എന്തെങ്കിലും മൈക്കും കൊണ്ട് ചെല്ലുമ്പോൾ മിണ്ടാതെ പോയ അഹങ്കാരം, ജാട, പ്രതികരിച്ചില്ല എന്നും പറഞ്ഞ് അടുത്ത ദിവസം അടുത്ത വാർത്ത ഇറക്കും. അതുകൊണ്ടാണ് അവർ 2 വാക്ക് സംസാരിക്കുന്നത്. എല്ലാവരും ദുഃഖത്തിലാണെന്ന് അറിഞ്ഞൂടെ? ഇത്രയും വിലപ്പെട്ട സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ട് അകാലത്തിൽ നിന്ന് തന്നെ പറയാം, 69ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. ആ സമയത്ത് അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് വരില്ല. ആ ഒരു അല്പസമയം മൗനം പാലിക്കാനുള്ള പോലും ക്ഷമ മനുഷ്യനില്ലേ? വിവേകം ഇല്ലേ? മമ്മൂട്ടി പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ് ഫേസ്ബുക്കിൽ കൂടി നടത്തി. ഈ സമയത്ത് വേണ്ടായിരുന്നു. അത് മമ്മൂട്ടിയല്ല, മമ്മൂട്ടിക്ക് അതിനുള്ള പ്രത്യേക ടീമുണ്ട്. സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക ടീമുണ്ട്, ആളുകളുണ്ട് എന്നറിയാത്തവരാരാണ്? അവരവരുടെ ജോലിയായിട്ട് അവർ ആ ഒരു വഴിക്ക് അങ്ങ് പോകും. ഇപ്പം നമ്മുടെ രീതിയിലുള്ള ചിന്തയാണോ എല്ലാവർക്കും ഒന്നും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഓരോ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഒരു 50-100 വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ മരണത്തെ സംബന്ധിച്ച്. നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ എന്തിനാ ചെയ്തത്, കുറച്ച് സമയം നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ എന്ന്? നമുക്ക് നമ്മുടെ മെൻറ്റാലിറ്റി അതായിരിക്കും. ശരി, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത് എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ എന്തോ. അതുപോലെ ആയിരിക്കണം മറ്റുള്ളവരെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തുകൂടാത്തതുണ്ട്. അതെന്താണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പെരുമാറേണ്ടത് അവരവരുടെ യുക്തിയും വ്യക്തിത്വവും വിവേകവുമാണ്. അതില്ലാത്തവരെ അത് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഓൺലൈൻ വ്യഭിചാരം നടത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ചിന്തിക്കണം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഒരുപക്ഷെ ഒരു വലിയ സമൂഹം ആളുകൾ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് അപ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ കമന്റ് ബോക്സിൽ ചെന്ന് ചികഞ്ഞൊരു വിഷയം ഉണ്ടാക്കിയെടുത്ത് അതിനെ വലുതാക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത്. വേറെ ഏതൊരു കേസിലും അങ്ങനെ ചെയ്തോളൂ. ഒരു വിഷയത്തിന്റെ നാനാവശങ്ങൾ ചിന്തിച്ച് അതിനെക്കുറിച്ചൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ ഒരു മരണം, അതും വളരെ പ്രധാനപ്പെട്ട ഒരാളുകൾ, നമുക്ക് നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത ഒരാളായിട്ടും നമ്മുടെയൊക്കെ മനസ്സിന്റെ വിങ്ങൽ തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻ്റർവ്യൂകളൊക്കെ കാണും തോറും, ഭാര്യയോടൊപ്പമുള്ള സമയങ്ങളൊക്കെ കാണും തോറും നമുക്ക് ആ ഒരു വിഷമം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങുന്നത്, ഒരു പൊടിക്കൊന്ന് പുറകോട്ട് നിൽക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. അതുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതിലൊരു കാര്യവും ഇല്ല. അത് ഈ ഓൺലൈൻ മാപ്രകൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ്, വാർത്തയാണ് എന്ന് വിവരമുള്ള പൊതുജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക.
പിന്നെ നമ്മൾ നാട്ടുകാർ, പൊതുജനങ്ങൾ, സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ശരി ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്കിങ്ങനെ സിനിമാ നടന്മാരെ നടിമാരെയൊക്കെ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നോക്കി നിൽക്കുന്നതാണെന്നൊക്കെ നിഷ്കളങ്കമായിട്ട് പറയും. പക്ഷെ വേണ്ട, അത് ചെയ്യരുത്. ഒരു കല്യാണ വീട്ടിൽ നിങ്ങൾ ചെയ്തോ, ഒരു പാലുകാച്ചിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്തു, ഒരു മരണ വീട്ടിൽ അത് ചെയ്തുകൂടാ. അതിനുള്ള സമയമല്ല, അതിനുള്ള സ്ഥലമല്ല. അങ്ങനെ സ്വയം നിയന്ത്രണത്തോടെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പെരുമാറാൻ നമുക്കും കഴിയണം. എൻ്റെ അഭിപ്രായത്തിനോട് എത്ര പേർ യോജിക്കുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോ.